ഇതാണ് വെങ്ങാനൂർ ചാവടി നടയിലെ ബിജിയുടെ വീട്. 2021 നവംബർ 13 ഈ വീട് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, തകർന്നു കിടക്കുകയായിരുന്നു. വിശ്വാസമായില്ലെങ്കിൽ ആ പെരുമഴക്കാലത്ത് ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഒന്ന് കാണാം. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും വിശ്വാസമായില്ലെങ്കിൽ അന്ന് ബിജി ഞങ്ങളോട് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ 3:30 വെളുപ്പിന് 3:30 ഒരു ഭയങ്കരമായ ഒരു സൗണ്ടോട് കൂടി വരാന്തയുടെ സൈഡ് കൊണ്ട് ചരിഞ്ഞു പോയി. താഴ്ന്ന് ഇവിടെ പൊട്ടലുണ്ട്, മുറിക്കകത്ത് അടുക്കള വരെ പൊട്ടലുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം ചെതറിക്കിടക്കുന്നു, മതിലും പൊട്ടി. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ബിജിയും കുടുംബവും താമസിക്കുന്ന ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് തോന്നുന്നുണ്ടാകും. തകർന്ന വീടിന് നഷ്ടപരിഹാരം ചോദിച്ച് ഈ കുടുംബം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് സർക്കാർ നൽകിയ മറുപടി ഞാനൊന്ന് വായിക്കാം. അംഗീകൃത പ്രകൃതി ദുരന്തം മൂലമല്ല വീടിന് നാശനഷ്ടമുണ്ടായത്, അതിനാൽ ഇത് പരിഗണിക്കാൻ നിർവാഹമില്ല എന്ന വിവരം അറിയിക്കുന്നു എന്നാണ്. നവകേരള സദസ്സിൽ എന്ത് പരാതിയാണ് ബോധിപ്പിച്ചത്? വീട് നഷ്ടമായി, അത് വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ പരാതിപ്പെട്ടിരുന്നു. വില്ലേജ് ചെല്ലുമ്പോൾ താലൂക്കിലോട്ട് പോകാൻ പറയും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളോട് പറഞ്ഞു പോകാനായിട്ട്. അപ്പോൾ അതിന് ഒരു മറുപടിയും ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ കൊടുത്തത്. ഇനി വെങ്ങാനൂർ വില്ലേജ് വീട് തകർന്നപ്പോൾ പരിശോധിച്ച് നൽകിയ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം. ശ്രീമതി ബിജി PS-ന്റെ അപേക്ഷയിൽ സ്ഥലപരിശോധന നടത്തിയിരുന്നു. തുടർച്ചയായ മഴയിൽ കെട്ടിടത്തിന്റെ ഭിത്തി, മേൽക്കൂര, തറ എന്നിവ ഭാഗികമായി നശിക്കുകയും ഏകദേശം 60% നാശനഷ്ടമുണ്ടാകുകയും ചെയ്തു. വാസയോഗ്യമല്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് തന്നത്. നവകേരള സദസ്സിൽ നൽകിയ പരാതിക്കുള്ള മറുപടിയിൽ പറയുന്നത് എത്ര ശതമാനമാണ് നാശനഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. കാരണം വില്ലേജിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം 60% നാശനഷ്ടം ഉണ്ടായി എന്നതാണ്. ഈ മറുപടിയിലെ മറ്റൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടാം. പഞ്ചായത്ത് ഓവർസിയറുടെയും AEയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ നിരസിക്കുന്നതെന്നാണ്. വെങ്ങാനൂർ പഞ്ചായത്തിന്റെ AE വന്ന് നോക്കി കണ്ടു ബോധ്യപ്പെട്ടു. വെങ്ങാനൂർ പഞ്ചായത്തിന്റെ AE തന്നെയാണ് ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തുടർച്ചയായ മഴയിൽ 14/147 നമ്പർ കെട്ടിടത്തിന്റെ ഭിത്തി, മേൽക്കൂര, തറ എന്നിവ ഭാഗികമായി നശിക്കുകയും ഏകദേശം 60% നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ നവകേരള സദസ്സിൽ പരാതി നൽകിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനും തീർപ്പാക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിപ്പോൾ 6 മാസമായി. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഇങ്ങനെ ദിവസങ്ങൾ നീട്ടി, മാസങ്ങൾ നീട്ടി കൊണ്ടുവന്നിട്ട് ഒരു പരിഹാരമില്ല. അവസാനം ഇത് നിരസിച്ചു എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിടുന്നത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഇതിൽ ഈ നവകേരള സദസ്സിൽ തന്നെയും ഈ ഉദ്യോഗസ്ഥർ കാണിച്ച ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും, അപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ മുഖ്യമന്ത്രി വെറുത്തു പോയില്ലേ. സർക്കാർ സഹായം നോക്കി നിൽക്കാതെ വായ്പ എടുത്താണെങ്കിലും വീടിന്റെ അറ്റകുറ്റപ്പണി ഇവർ നടത്തി. 45 ദിവസം കൊണ്ട് തീർപ്പാക്കേണ്ട പരാതിയാണ്. അത് ഉണ്ടായില്ല എന്നത് പോട്ടെ, 6 മാസമായിട്ടും ഇവർക്ക് നൽകുന്ന മറുപടിയാണ് വിചിത്രം. നവകേരളത്തിൽ ഇങ്ങനെയൊക്കെ മതിയോ എന്ന് സർക്കാരിനെ നയിക്കുന്നവർ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവരെ പോലെ അനുഭവിക്കുന്നവർ നൽകിയത് കൂടിയാണ് ഈ ജനവിധി എന്ന ഓർമ്മ വേണം. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.